വായന ദിനത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകനെ ആദരിച്ചു. ചെറായി SFHS സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ അവാർഡ് ജേതാവായ മാധ്യമ റിപ്പോർട്ടർ ശ്രീ കണ്ണദാസ് തടിക്കൽ അവരെ മെമന്റോ നൽകി ആദരിച്ചു. കൂടാതെ കുട്ടികൾ സമാഹരിച്ച പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയൻ ശ്രീമതി ദിയയ്ക്ക് കൈമാറി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഗീത CK അധ്യക്ഷത വഹിച്ചു. BD സഭ ട്രഷറർ ശ്രീ റെജി OR ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഭാ മാനേജർ ശ്രീ അഭിലാഷ് OS ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സ്കൗട്ട് മാസ്റ്റർ സുനിൽ BS, ഗൈഡ് ക്യാപ്റ്റൻ സുപ്രഭ CT, അധ്യാപകരായ ബിഷി PP, സിന്ധു S, അനധ്യാപകരായ ശിവൻ CC, കൃഷ്ണപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം ഇപ്പൊ IAS കോച്ച് അവരും അതിനുള്ള വായന തന്നെയാണ് എൻ്റെ പ്രധാന ഘടകം. അക്ഷരം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂരത്തെ കളക്ടറുടെ സാധനം വായിച്ചിരുന്നു. കിട്ടിയിരുന്നില്ലേ? അതിലൊക്കെ ആ പുള്ളിയുടെ ആ ഒരു പ്രചോദനം അതിന് പുള്ളി എനിക്ക് പറയുന്നുണ്ട്. ശത്രുവാണല്ലേ അപ്പൊ അങ്ങനെ വായന ശീലമായിട്ട് നമുക്കുണ്ട്. പക്ഷെ ഒരു സമയത്ത് നമ്മൾ ഈ ഇങ്ങനെ പ്രസിദ്ധീകരണങ്ങൾ ഞാൻ ഞാൻ മംഗളപത്രത്തിന്റെ ലേഖനമാണ്. അപ്പൊ ഞങ്ങളുടെ മംഗളപത്രത്തിന്റെ ഒരു വീക്കിലി ഉണ്ടായിരുന്നു. അതാണ് ആദ്യം വന്നത്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. സത്യം പറഞ്ഞാല് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് ഉണ്ട് മംഗളത്തിന്റെ. അതിൽ ഓരോ വായനക്കാരനും അദ്ദേഹത്തിന്റെ ഒരു നിസ്സാര പൈസ അത് കൊടുത്ത് ആ പണം കൊടുത്തുണ്ടാക്കിയൊരു വാർഡ്. പക്ഷെ അത് അന്ന് MC വർഗീസ് അതിന്റെ അദ്ദേഹത്തിന് വായനശീലം വളർത്താൻ വേണ്ടി മാത്രം ആ ഒരു വായന ആരംഭിച്ചു. പക്ഷെ ഇന്ന് അതെല്ലാം പോയി, ആരും വായിക്കണില്ല. ഞാൻ തന്നെ 10,000 കോപ്പി വിറ്റിരുന്നു. അത് മലയാള മനോരമ 1500 കോപ്പി വിറ്റുന്ന ആൾ. ഇപ്പം ഞാൻ നിൽക്കണത് 19 വായിച്ചിട്ടാണ്. ആരും വായിക്കണില്ല. എല്ലാവരും ഇപ്പം മൊബൈലിലാണ് പോകുന്നത്. പക്ഷെ കണ്ണദാസേട്ടോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെറുപ്പത്തിലെ നിങ്ങളെക്കാളും ചെറിയ പ്രായത്തിലെ തുടങ്ങി കണ്ടുവളർന്ന ആളാണ് കണ്ണദാസേട്ടൻ. എൻ്റെ ചെറുപ്പത്തിലെ തുടങ്ങി പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരത്തെ തന്നെ ലഭിക്കേണ്ടിയിരുന്ന ഒരു അവാർഡാണ് ഇവിടെ പറയാൻ വേണ്ടി. അപ്പം എന്തായാലും കുറച്ച് വൈകിയെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ അത് ലഭിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വായിക്കാറുണ്ടോ? പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഇല്ല, വായിക്കാറുണ്ട്. കുഞ്ഞുണ്ണി മാഷ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കോട്ട് എന്താ? കുഞ്ഞുണ്ണി മാഷ പ്രത്യേകത എന്താണെന്നറിയോ? കുഞ്ഞുണ്ണി മാഷ പ്രത്യേകത വലിച്ചു വാരി കുറേയൊന്നും എഴുതൂല. 4 ലൈൻ ഉണ്ടാവും അല്ലേ? 4 അല്ല ടീച്ചർമാരെ, 4 ലൈൻ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിൻ്റെ. ആ 4 ലൈനിൽ അതിലുള്ള എന്താണ് വചനങ്ങളുണ്ടായിരിക്കും. ബൃഹത്തായ ഒരു മീനിങ് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ആ 4 ലൈനിലുണ്ടാവും. അദ്ദേഹം പറഞ്ഞെന്താ? വായനയെ കുറിച്ച് പറഞ്ഞതെന്താ? ഒരാൾ പറയും. നിങ്ങൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് അല്ലേ? ഒരാൾ പറയും. ബാക്കി അതിന്റെ കൂടി 2 വരെയും കൂടി ഉണ്ട്. നിൻപേർ മച്ചിയെന്നാണിക്കാലം, ഒച്ചപ്പാടുണ്ടാക്കുന്നു മെച്ചക്കാരായിരുന്നു. അതിന്റെ മീനിങ് എന്താണെന്നറിയാം? എന്താണ് അറിയില്ല. എന്താണ്? അച്ചടക്കമേ നിൻപേർ മച്ചിയെന്നാണെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കുന്നു മെച്ചക്കാരായിരുന്നു. അതായത് ഈ കാലത്ത് ഒച്ചപ്പാടുണ്ടാക്കുന്നവർക്കാണ് മെച്ചപ്പാടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കുക. എങ്കിലും ഇന്ന് നമ്മുടെ ഈ വായനാ ദിനത്തിൽ ആദരിച്ച നമ്മുടെ കണ്ണദാസേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രാചാര്യനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായന ദിനമായി ആചരിക്കുന്നു. കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. അറിവിൻ്റെ മഹത്വവും വായനയുടെ പ്രാധാന്യവും വിളിച്ചോതി നമുക്ക് മുന്നേറാം. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ.
വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയുടെ മൂല്യം മനസ്സിലാക്കാൻ ഈ കവിത നമ്മെ സഹായിക്കും. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്നു. പുതുതലമുറക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. നവമാധ്യമങ്ങളിലൂടെ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അനുഭൂതി പുസ്തകങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിനും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നതിനും ഈ വായനാ ദിനത്തിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഗീത ടീച്ചറിനെ നന്ദി രേഖപ്പെടുത്തും. അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സഭാ ട്രഷറർ റെജി സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രാവശ്യത്തെ മികച്ച മാധ്യമ റിപ്പോർട്ടർ അവാർഡ് ജേതാവായ കണ്ണദാസ് സാർ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും നമ്മുടെ മാനേജർ അഭിലാഷ് സാർ, സുപ്രഭ ടീച്ചർ, സുനിൽ സാർ, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും മറ്റ് ടീച്ചേഴ്സ്, ലൈബ്രറിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാവർക്കും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ കാലഘട്ടത്തിൽ വായനയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലൈബ്രറിയിലേക്ക് ഓരോ പുസ്തകം സംഭാവന ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വായനയിലൂടെ വളരുക, എല്ലാവരും നല്ല പൗരന്മാരായി മാറട്ടെ വായനയിലൂടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ SMHSലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ആദരിച്ച ശ്രീ കണ്ണദാസ് തടിക്കലിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ എല്ലാ പരിപാടികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.